IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് 4 വിക്കറ്റ് ജയം. മുംബൈ ഉയർത്തിയ 186 റൺസ് വിജയലക്ഷ്യം 4 പന്ത് ശേഷിക്കെ ചെന്നൈ മറികടന്നു. അഖിലുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. അഖിൽ, എങ്ങനെയാണ് ഇന്നത്തെ മത്സരം? മത്സരം എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു വിശകലനത്തിലേക്കൊക്കെ കടന്നാൽ. നന്ദു, ആരാധകർ മുംബൈ ഇന്ത്യൻസിന് ചാർത്തി കൊടുത്തിരിക്കുന്ന വിശേഷണം ഒരിക്കൽ കൂടെ അന്വർത്ഥമായിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ എന്നായിരുന്നു മുംബൈ ഇന്ത്യൻസിന് ആരാധകർ നൽകിയിരിക്കുന്ന വിശേഷണം. ആ വിശേഷണം വീണ്ടും ഒരിക്കൽ കൂടി അന്വർത്ഥമായി. IPLൻ്റെ 18ാമത് സീസണിന് തുടക്കം കുറിച്ചപ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ ചെന്നൈക്കെതിരെ തോറ്റുകൊണ്ട് തന്നെയാണ് മുംബൈയുടെ തുടക്കം. ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈയുടെ പ്രധാന താരമായ രോഹിത് ശർമ്മ റൺസ് ഒന്നും നേടാതെ പുറത്താവുകയായിരുന്നു. അതിനുശേഷം വന്ന സൂര്യകുമാർ യാദവ്, വിഘ്നേഷ് കൂട്ടുകെട്ടാണ് ഭേദപ്പെട്ട ഒരു നിലയിലേക്ക് മുംബൈയെ എത്തിച്ചത്. ശേഷം മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈക്ക് ഭേദപ്പെട്ട സ്കോർ നേടാനും 5 വിക്കറ്റ് നഷ്ടത്തിൽ മത്സരം അവസാനിക്കാൻ 4 പന്ത് ശേഷിക്ക് വിജയത്തിലേക്ക് എത്താനും സാധിച്ചു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മുംബൈക്കായി മലയാളി താരം വിഘ്നേഷ് പുത്തൂർ, രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായാണ് വിഘ്നേഷ് പുത്തൂർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. ആ വിഘ്നേഷ് പുത്തൂറിന് 3 വിക്കറ്റുകൾ മത്സരത്തിൽ നേടാനായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നന്ദു, ശരി, അഖിലാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.